ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റിയിൽ ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ഇന്നലെ, അതായത് 9/12/2024 തിങ്കളാഴ്ച 24,626 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു 26 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ 24,652 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. ഇന്നത്തെ ഹൈയും ലോയും പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു 170 പോയിന്റിന്റെ മൂവ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത്യാവശ്യം ട്രേഡിംഗ് സാധിക്കുന്ന ഒരു ദിവസമായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ലഭിച്ചപ്പോൾ കൃത്യമായ പ്രോഫിറ്റ് ബുക്കിംഗ് അഥവാ സെല്ലിംഗ് ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് സെല്ല് ചെയ്ത ഏതൊരാൾക്കും ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സെല്ലിംഗ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടാൻ കാത്തു നിന്നവർ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയെങ്കിൽ തീർച്ചയായും ഒരു ട്രേഡ് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കും വളരെ നല്ല ഒരു പ്രോഫിറ്റ്, ഇന്നലത്തെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ഒരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടാൻ കാത്തു നിൽക്കുമ്പോൾ ആദ്യം തന്നെ അതേ ലെവലിലോട്ട് വരികയും ഒരു നല്ല ക്ലോസിംഗും ലഭിച്ചതുകൊണ്ട് കൺഫ്യൂഷനാണ്. വെയിറ്റ് ചെയ്തു. പിന്നീട് കിട്ടിയത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. തുടർന്ന് പ്രൈസ് അപ്വേർഡ് പോയി. ഡേയ്സ് ഹൈ നിലനിർത്തുകയാണെങ്കിൽ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നെങ്കിലാണ് പുട്ട് ഓപ്ഷൻ. എന്നാൽ ഇവിടെ ഡേയ്സ് ഹൈ ഭേദിച്ചതായി ഈ ക്യാൻഡിൽ കാണുമ്പോൾ തീർച്ചയായും വീണ്ടും കിട്ടിയ ഒരു ഡിക്ലൈൻ, ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് കിട്ടിയ ഡിക്ലൈനിൽ തൊട്ട് താഴെയുള്ള ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ലെവൽ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. അത്തരത്തിൽ കഴിയുന്നവർക്ക്, എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നല്ല, എന്നാൽ കൃത്യമായി ക്യാൻഡിലും ക്യാൻഡിൽ പാറ്റേണുകളും വായിക്കാൻ കഴിയുന്നവർക്ക്, സപ്പോർട്ടും റെസിസ്റ്റൻസും രേഖപ്പെടുത്താൻ കഴിയുന്നവർക്ക് തീർച്ചയായും ഈ ലെവലുകൾ ട്രേഡ് ചെയ്യാൻ കഴിയേണ്ടതാണ്. അത്തരത്തിൽ ട്രേഡ് ചെയ്തവർക്ക് ഒരു കോൾ ഓപ്ഷനിൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം ഈ ലെവലിൽ വന്ന് ഇവിടെ നിന്നും തിരിയുമ്പോൾ തന്നെ പ്രോഫിറ്റ് എടുക്കാൻ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുത്തവരുമുണ്ട്. ഇത്തരത്തിലുള്ള പി ആൻഡലുകൾ എനിക്ക് ലഭിച്ചിരുന്നു. അവയിൽ ചിലതെല്ലാം ഞാൻ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത്തരത്തിൽ ഡേയ്സ് ഹൈ ഭേദിച്ച് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അപ്പർ സൈഡിൽ ക്ലോസ് ആയപ്പോൾ വീണ്ടും കിട്ടിയ ഡിക്ലൈൻ കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിലേക്കാണ്. അവിടെ നിന്നും പ്രൈസ് വീണ്ടും റിവേഴ്സ് അപ്വേർഡ് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. എന്നാൽ ഇത് ഒരു ലെവൽ വിട്ടതിന് ശേഷം പിന്നീട് പ്രൈസ് കയറുന്നില്ല എന്ന ബോധ്യം വന്നവർക്ക് കൃത്യമായും പ്രോഫിറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് ലഭിക്കേണ്ടത്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം പ്രൈസ് വീണ്ടും അപ്വേർഡ് പോകുമെന്നാണ് കണക്കാക്കേണ്ടത്. എന്നാൽ ദീർഘനേരം ഇവിടെ നിന്ന് പതുക്കെ പ്രൈസ് പിന്നോട്ട് സഞ്ചരിക്കുന്നത് കണ്ട് കോൾ ഓപ്ഷൻ വാങ്ങിയിരുന്നവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതും ലാഭമാണ്. എന്നാൽ തുടർന്ന് പ്രൈസ് ഈ ലെവലിൽ നിന്നും അപ്വേർഡ് മൂവ് ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞവർ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ല പ്രോഫിറ്റ് ലഭിച്ചിരുന്നു. അത്തരത്തിൽ വലിയ പി ആൻഡലുകൾ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ തുടർന്ന് കിട്ടിയ ഓരോ അപ്പ് മൂവും സെല്ലിംഗ് തന്നെയായിരുന്നു. എന്നാൽ അവസാനത്തെ മണിക്കൂറിലേക്ക് പ്രൈസ് റിവേഴ്സ് ആകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും തീർച്ചയായും ഒരു ബൈയിങ്, ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്യുന്ന സമയത്തേക്ക് കൃത്യമായി ഒരു ബൈയിങ്ങിനുള്ള ചാൻസ് കിട്ടിയിരുന്നു. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാമായിരുന്നു. കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസ് ലെവൽ വരെ വളരെ വേഗത്തിൽ ഒരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ ട്രേഡ് ചെയ്തവരുടെ പി ആൻഡലും പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്ന് ട്രേഡിംഗ് സാധ്യമായത്. എല്ലാ ട്രേഡും പോസിറ്റീവായി എല്ലാവർക്കും എടുത്തവർക്കെല്ലാം എന്നല്ല, എന്നാൽ വ്യക്തമായ ഒരു സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് കൃത്യമായ എൻട്രി എടുത്ത് കൃത്യമായ ടാർഗറ്റ് ലെവലുകളിലേക്ക് ട്രേഡ് ചെയ്യാൻ പരിശീലിച്ചവർക്ക് അത് സാധ്യമാകുന്ന കാര്യമാണ്. അഥവാ ഈ തരത്തിൽ കൃത്യമായി ക്യാൻഡിലുകളെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക്, ആ പ്രൈസ് മൂവ്മെന്റിനെ കുറിച്ച്, അതിൻ്റെ താളത്തെക്കുറിച്ച് ഒരു ബോധ്യമുള്ളവർക്ക്, അവർക്ക് ഉചിതമായ, അവർക്ക് കൺവിക്ഷൻ ലഭിക്കുന്ന ട്രേഡുകളിൽ എൻ്റർ ആകാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. കാര്യം 170 പോയിന്റ് മൂവ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും പോസിറ്റീവ് ട്രേഡിങ്ങിനുള്ള വളരെയധികം ചാൻസുകൾ ഇന്നത്തെ മൂവ്മെന്റ് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രൈസ് മൂവിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 24,562 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 24,494 എന്ന ലെവൽ, ഈ ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ മാത്രമാണ് വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ
സെല്ലിംഗ് എന്ന് ഞാൻ ഇന്നലത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാനിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ആ ലെവൽ വരെ എത്തിയെങ്കിലും അതിന് താഴോട്ട് വന്നില്ല. അതിൻ്റെ പരിണതഫലമായിട്ടാവാം, അതല്ലെങ്കിൽ പ്രൈസ് മൂവ് ചെയ്യുന്നത് അങ്ങനെ ആകുന്നതുകൊണ്ടാകാം പ്രൈസ് കൃത്യമായിട്ടും അവിടുന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രധാന സപ്പോർട്ടായി 24,562 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ ലഭിക്കാവുന്ന മൈനർ റെസിസ്റ്റൻസുകൾ മുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലേ രേഖപ്പെടുത്തിയിട്ടുള്ള മേജർ റെസിസ്റ്റൻസ് തന്നെയാണുള്ളത്. എന്നാൽ ഇന്ന് മാറ്റി രേഖപ്പെടുത്തിയ ലെവൽ മാത്രം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ബാക്കി ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിന്ന് രേഖപ്പെടുത്തിയത് ഉണ്ടാകാം എന്ന ചിന്തയിൽ ഞാൻ ഈ ലെവൽ മാത്രമേ പറയുന്നുള്ളൂ. 24,726, 24,887, 979 എന്നീ ലെവലുകളാണ് തൊട്ട് മുകളിലോട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ് 726. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് പ്രൈസ് ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം. അത്തരത്തിൽ പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അഥവാ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് തീർച്ചയായും ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. 24,494 താഴെ അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് സഞ്ചരിക്കുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നതാണ് പ്രതീക്ഷ. അതിൽ ഈ തിക്ക് ബ്ലൂ ലൈൻ ചേർത്തിട്ടുള്ളത് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലായി കണക്കാക്കുന്നു. 53,438 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മറ്റ് ലെവലുകൾ കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ മൈനർ സപ്പോർട്ടായി ഇന്നത്തെ ഡേയ്സ് ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട് 53,300. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിച്ചേക്കും എന്നുള്ളതിന് നമുക്കൊരു കൺവിക്ഷൻ കിട്ടാൻ ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് വേണ്ടത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് സഞ്ചരിക്കുകയാണെങ്കിൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് കരുതുന്നത്. അതിൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയവ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലുകൾ റെസിസ്റ്റൻസ് ലെവലുകളാണ്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രൈസ് വീക്കായേക്കാം എന്നാണ്. അങ്ങനെയെങ്കിൽ 53,159, 52,993 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. അതിൽ തിക്ക് ബ്ലൂ ലൈൻ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലുകളായി കാണുന്നു. നിങ്ങൾക്ക് ഈ ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. 81,348 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. റെസിസ്റ്റൻസുകൾ കഴിഞ്ഞ ദിവസം വരച്ചതിൽ നിന്നും മൈനർ റെസിസ്റ്റൻസുകൾ അല്പം മാറ്റി വരച്ചിട്ടുണ്ട്. അവ 81,802, 82,095, 82,329 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 81,802 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്.
അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ പ്രൈസ് സഞ്ചരിച്ചേക്കാമെന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ 81,144 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് സഞ്ചരിക്കുക എന്ന് വെച്ചാൽ തുടർന്ന് ഈ സപ്പോർട്ട് ലെവലുകളിലേക്ക് പ്രൈസ് എത്തിയേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. എന്നാൽ ഈ തിക്ക് ബ്ലൂ ലൈൻ ലെവലുകൾ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് ടാർഗറ്റ് ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നാളത്തേക്ക് വേണ്ടിയുള്ള 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാനാണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. എന്നാൽ നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ നിങ്ങൾക്കും ഗുണകരമായി തോന്നുന്നു എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓർക്കണം, ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേത് തന്നെയാണ്. ഞാൻ ഇതാരെയും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ കമ്പൽ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾ കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്